ഹലോ ഗായ്സ്, വെൽക്കം ടു AnzysViews. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു കാഷ്വൽ ടൈപ്പ് വീഡിയോ ആണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, സാംസങ് ഫോണുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പലരും ചോദിക്കാറുണ്ട്, ഗാലക്സി M30s ആണോ അതേപോലെ തന്നെ Realme XT ഇതിലേതാ ബെറ്റർ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു വീഡിയോ എന്നുള്ള നിലക്കാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ബിൽഡ് ആൻഡ് ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്നും പറയുന്ന അതേ ഓർഡറിൽ തന്നെ പറഞ്ഞു പോകാം. ബിൽഡ് ആൻഡ് ഡിസൈനിൽ വരുമ്പോൾ ബിൽഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും Realme XTയിലാണ് ബെറ്റർ. ഗൊറില്ല ഗ്ലാസ് 5 ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. പക്ഷേ സാംസങ് M30s ഫ്രണ്ടിൽ ഏത് പ്രൊട്ടക്ഷനാണ് ഉപയോഗിച്ചതെന്നൊന്നും അവർ പറയുന്നില്ല. ഗൊറില്ല ഗ്ലാസ് ആകാൻ ചാൻസ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ പ്ലാസ്റ്റിക്കുമാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ബിൽഡ് ക്വാളിറ്റിയിൽ Realme XT ആണ് ബെറ്റർ. പിന്നെ ഡിസൈൻ കാര്യത്തിലും Realme XTയുടെ ഡിസൈനാണ് കുറച്ചുകൂടി നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഓവറോൾ നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ Realme XTക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ രണ്ടിലും LED ഡിസ്പ്ലേ ആണ്. പക്ഷേ M30s ഡിസ്പ്ലേക്കാണ് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നസ് കൂടുതൽ. അപ്പം ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് Realme XTനേക്കാളും M30s ഒരു മാർക്ക് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് OS അതേപോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് ആണ്. OSും യൂസർ ഇൻ്റർഫേസും നോക്കുമ്പോൾ രണ്ടിലും വരുന്നത് Android 9 ആണ്. പക്ഷേ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നമുക്ക് സാംസങ് M30sൽ One UI ആണ് വരുന്നത്. Realme XTയിൽ വരുമ്പോൾ ColorOS 6 ആണ് വരുന്നത്. ഇത് രണ്ട് ടൈപ്പ് യൂസർ ഇൻ്റർഫേസ് ആണ്. അത് പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നിയത് ColorOS 6 ആണ്. പക്ഷേ One UI അത്ര ബാക്കിലോട്ട് പോകുന്നൊരു യൂസർ ഇൻ്റർഫേസ് ഒന്നുമല്ല. അത് കുറച്ചുകൂടി സിംപ്ലിസിറ്റിയാണ് ഉപയോഗിക്കാൻ. ഓക്കെ, അത് പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇവിടെ ഞാൻ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രൊസസ്സറാണ്. പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് Realme XTക്കാണ് മാർക്ക് കൊടുക്കാൻ സാധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ Realme XTയിൽ Snapdragon 712 പ്രൊസസ്സറാണ്. അതായത് സാംസങ് ഗാലക്സി M30sൽ Exynos 9611 എന്നുള്ള പ്രൊസസ്സറിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. ഗെയിമിങ്ങിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക Realme XTയിലെ Snapdragon 712 എന്നുള്ള പ്രൊസസ്സറാണ്. ഇവിടെ Realme XTക്കാണ് മുൻഗണന ഉള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റാം മെമ്മറി. ഇത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് റാം മെമ്മറി രണ്ടിലും ഒരേപോലെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി അടുത്തായിട്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ Realme XTക്കാണ് 64 MP സാംസങ്ങിൻ്റെ GW1 സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത് Realme XTയിൽ. നമുക്ക് M30sൽ സാംസങ്ങിൻ്റെ തന്നെ സെൻസറാണ്. പക്ഷേ 48 MP GM1 എന്നുള്ള സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, സാംസങ്ങിൻ്റെ കുറച്ചുകൂടി നല്ലൊരു സെൻസറാണ് Realme XTയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഉണ്ട്. തീർച്ചയായിട്ടും Realme XTക്കാണ് മാർക്ക് കൊടുക്കാൻ സാധിക്കുക. പിന്നെ ക്വാഡ് ക്യാമറയാണ്, അതായത് മാക്രോ ക്യാമറ ആ ഒരു ഫീച്ചർ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് Realme XTയിൽ. ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ Realme XTക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, വീഡിയോ റെക്കോർഡിങ്ങിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ് Realme XTയിൽ. ഇതൊക്കെ കൊണ്ട് തന്നെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ സെൽഫി ക്യാമറ ആയാലും Realme XTക്കാണ് മുൻഗണന ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ Realme XT ആണ് ബെറ്റർ. ഇനി അടുത്തായിട്ട് നമുക്ക് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഗാലക്സി M30sനാണ് 6000 mAh ബാറ്ററിയാണ് വരുന്നത്. മറ്റടുത്ത് 4000 mAh ബാറ്ററി ഉള്ളൂ. ഇവിടെ നമ്പർ 1 ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ M30s ഒരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നമുക്ക് Realme XTയിൽ വരുന്നത്. പുതിയ ടെക്നോളജിയാണ്, നല്ല ഫാസ്റ്റായിട്ട് റെസ്പോൺസീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ Realme XTക്ക് ഇവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൗഡ് സ്പീക്കർ ക്വാളിറ്റി അതേപോലെ തന്നെ ഇയർഫോണിലെ ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ Realme XTക്കാണ് മുൻഗണന ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബോക്സിനോട് കൂടെ നമുക്ക് ബാക്ക് കവർ വരുന്നുണ്ട് Realme XTയിൽ. പക്ഷേ നമുക്ക് M30sനോട് കൂടെ ബാക്ക് കവർ വരുന്നില്ല. അത് ഭയങ്കരമായിട്ടുള്ളൊരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് Realme XTനേക്കാളും 2000 രൂപ കുറവാണ് M30sൽ. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. സാംസങ്ങിൻ്റെ ഒരു ഫോൺ പരിഗണിക്കുന്നവർക്ക് തീർച്ചയായിട്ടും M30s സിമ്പിളായിട്ട് എടുക്കാവുന്ന ഫോണാണ്. അതല്ല ഇതിൽ രണ്ടിലും ബെറ്റർ ഫോൺ ഏത് എന്ന് പരിഗണിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ ക്യാമറ പിന്നെ ബാക്കിയുള്ള ഓവറോൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് Realme XTക്കാണ് മുൻഗണന ഉള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നല്ല ഫോൺ Realme XT ആണ്. ഈ കൊടുക്കുന്ന 2000 രൂപക്ക് നമുക്ക് അതിനുള്ള മുതലുണ്ട്. നമുക്ക് M30sനേക്കാളും എന്തുകൊണ്ടും മികച്ചൊരു ഫോൺ Realme XT ആണ് എന്ന് പറയാൻ സാധിക്കും.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.